അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, നമ്മളെ പെരുന്നാളിൻ്റെ വീഡിയോ ആണ്. അതെനിക്ക് ഇപ്പോഴാണ് ഗൈസ് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റിയത്. അതുകൊണ്ടാണ് എൻ്റെ മൈക്കൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ട് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാനൊരു മൈക്കൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പെരുന്നാളിൻ്റെ തലേന്നുള്ള വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇതേ നമ്മൾ എണീറ്റു. പിന്നെ പണിയൊക്കെ വേഗം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിതാ എണീറ്റിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള മൈലാഞ്ചി ഗൈസ് രാത്രി നട്ടപ്പാതിരക്ക് ഇരുന്നിട്ട് പുലർച്ചെ വരെ ഇട്ടിട്ടുള്ള മൈലാഞ്ചി ഇത് ചോന്നില്ലായിരുന്നു ഗൈസ് രാവിലെ എണീറ്റപ്പോൾ. അപ്പം എല്ലാം കൂടെ ഞാൻ മൂടോട്ടായി. കാരണം എന്താ വെച്ചാൽ ഇത്ര കഷ്ടപ്പെട്ടിട്ടിട്ട് ഇത് ഇനിയിപ്പോൾ ചോക്കില്ലേ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായി പോയി ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് പല്ല് വെച്ചിട്ട് വരാന്നുള്ളത്. അങ്ങനെ പല്ല് വെക്കാൻ വേണ്ടി പോയി. പല്ല് വെച്ച് കഴിഞ്ഞപ്പോൾ വേഗം പത്തിരി ചുട്ടു കേട്ടോ. നമ്മൾ അരിപ്പത്തിരി നാട്ടോ എപ്പോഴും ചുടല്ലേ, അല്ലെങ്കിൽ പിന്നെ പൊറാട്ട ചുടു കേട്ടോ പെരുന്നാളിൻ്റെ അന്ന്. അങ്ങനെ അരിപ്പത്തിരി ചുട്ടു. പിന്നെ ചിക്കൻ കറി ഓൾറെഡി നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ അതും പിന്നെ മുട്ടയും മറിച്ചു. പിന്നെ അതേപോലെ പഴം നിറയ്ക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അയാൻ്റെ ബാഗ് കൂടി നടക്കുകയാണ്. അയാനെ ഒന്ന് വീഡിയോ എടുക്കട്ടെടാന്ന് പറഞ്ഞിട്ട് അയാൻ നിൽക്കുന്നില്ലായിരുന്നു. അയാൻ്റെ മൂഡ് തീരെ ശരിയില്ലായിരുന്നു രാവിലെ. അങ്ങനെ എനിക്ക് തോന്നി അവൻ്റെ വേത്തല പോയിട്ട് കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പരിപാടി തുടങ്ങി. ബിരിയാണി ഉണ്ടാക്കായിരുന്നു. ചിക്കൻ ബിരിയാണി അല്ല കേട്ടോ, ബീഫ് ബിരിയാണിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ബീഫ് ബിരിയാണീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറം വന്ന് നോക്കുമ്പോൾ ഇതാ ഇവിടെ ഉപ്പാപ്പയും സിദാനും കിടക്കായിരുന്നു. രണ്ടാളും പുതിയ കുപ്പായെല്ലാം ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും മൈലാഞ്ചി നോക്കി ഗൈസ്. മൈലാഞ്ചിക്ക് വലിയ ചോപ്പൊന്നും അപ്പോഴും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പോയി കുളിച്ചു. കുളിച്ച് കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ്. മീൻസ് കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് ഭയങ്കര ലൂസായ പോലെ തോന്നി. ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര തടി വന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ തോന്നുന്നതാണോ എന്നറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെ അയാൻ കുറച്ച് നേരം ഒന്ന് വന്ന് നിന്നപ്പോൾ വേഗം വീഡിയോ എടുത്ത്. പക്ഷെ അപ്പോഴത്തേക്ക് ഒന്ന് ഓടിപ്പോയി കേസ്. നിങ്ങൾ കണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ മൂഡ് തീരെ ശരിയല്ല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ കറിയും പത്തിരിയും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബീഫ് ബിരിയാണീൻ്റെ ബാക്കി പരിപാടികൾ കൂടുതലും ഇത്താത്ത തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബീഫ് ബിരിയാണീൻ്റെ പരിപാടികൾക്ക് കാരണം എന്താ വെച്ചാൽ മക്കൾ 2 പേരുണ്ടായതുകൊണ്ട് മക്കളെ നോക്കണം. മക്കളെ നോക്കിയിട്ടില്ലെങ്കിൽ അടുക്കള പണി നടക്കില്ല കേസ്. അതുകൊണ്ട് സിദാനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ നടന്നു. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറേ സഹായിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ബീഫ് ബിരിയാണി പിന്നെ പെട്ടെന്ന് എൻ്റെ താത്ത ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ്റെ മസാലയൊക്കെ ഓൾറെഡി രാവിലെ തന്നെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ അതൊക്കെ നമ്മൾ പൊരിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. കാശ് തന്തടേ, നമ്മളെ ഉസ്മാൻ എത്തിയിട്ടുണ്ട്. ഉസ്മാൻ പെരുന്നാൾ കോടിയൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഉസ്മാൻ മൊത്തത്തിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നിയോന്ന് എനിക്കറിയില്ല. ഉസ്മാൻ മുടിയൊക്കെ നീട്ടി ചെറിയ രീതിയിലൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് കാശ്. അപ്പം നിങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇനിയിപ്പം നിങ്ങൾ നല്ലതല്ല എന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ഉസ്മാൻ നീട്ടി ഉസ്മാൻ ഒരു ലക്ഷ്യമുണ്ട് കേസ്, മുടി നീട്ടി എന്തൊക്കെയോ കാട്ടാനാണ്. അപ്പോൾ എന്തായാലും കാട്ടട്ടെ ഞാനും വിചാരിച്ചു. അങ്ങനെ ഉസ്മാൻ ചായ കൊടുത്തു. പഴം നിറച്ച ഉസ്മാൻ ഭയങ്കര ഇഷ്ടമാണ് കേസ്. അപ്പോൾ പഴം നിറച്ചവും കട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടമറിച്ചതിനോട് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ട് പഴം നിറച്ച കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബിരിയാണി ദമ്മിട്ട് വെച്ചേക്കാണ്. ഇനി അത് പൊളിക്കണം, എന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. പിന്നെ ഇത് എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതവിടെ 2 പേരുണ്ട് ഗൈസ്, ജിത്താനും പിന്നെ എൻ്റെ ഇത്താത്തയും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ബിരിയാണീൻ്റെ ദമ്മൊക്കെ പൊളിച്ചു. പിന്നെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബിരിയാണി സ്വാഭാവികമായിട്ടും കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായോ. ഓക്കെ, ഞാൻ ഫുഡൊക്കെ എടുത്തിട്ട് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം വരി എല്ലാവർക്കും ബീഫ് ബിരിയാണി കഴിക്കാമെന്ന് പറയാണ്. ഞാൻ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ എത്ര പേര് വീഡിയോ കാണുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. എന്തോ പെട്ടെന്ന് എൻ്റെ മൈക്ക് വർക്കാവുന്നില്ലായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് എന്ത് കളിച്ചിട്ടും റെഡി ആവുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത് കേട്ടോ. പിന്നെ എന്താ ഗൈസ്, ഉസ്മാനും അളിയങ്കയും ഉപ്പയും കൂടെ ചോറ് തിന്നാണ്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഈദ് വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഈദ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കമൻറ്റ് ചെയ്തോളി. അന്നത്തെ ഈദ് കേട്ടോ. ഈദ് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി, ഒരാഴ്ച ആയെന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചു പിന്നെ ചെറിയൊരു ട്രിപ്പ് പോവാണ്. അങ്ങനെ ഞാനും ഉസ്മാനും അളിയങ്കയും ജിതാനും അയാനും ഇത്താത്തയും പോവാണ് കേട്ടോ. ഉപ്പയില്ല, ഉപ്പാക്ക് ഈ ട്രിപ്പ് പോകുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് പോയതും അതേപോലെ എങ്ങോട്ടാ പോയതും എന്നൊക്കെ ഉള്ളത് ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതൊരിക്കും കേട്ടോ. ബൈ ബൈ, സീ യു.